എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ PSC എക്സാംസ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സംസ്ഥാനങ്ങളായിട്ടാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾക്ക് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് ഇതിന് താഴോട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെടുത്തി അതേപോലെ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുക. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം 1-2 ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഓരോ സംസ്ഥാനമായിട്ട് കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മാപ്പ് വരച്ചിട്ടുണ്ട്. മാപ്പിൽ ഒരു നോർത്തേൺ സ്റ്റേറ്റ് ആണല്ലേ ഹിമാചൽ പ്രദേശ്. ഈ കാണുന്നതാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മുകളിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ ആയിരുന്നു. ഇത് ഒരൊറ്റ സംസ്ഥാനമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒറ്റ സംസ്ഥാനമായിരുന്നു. അതിനെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജമ്മു കാശ്മീർ അതേപോലെ ലഡാക്ക് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള സംസ്ഥാനം ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. അതേപോലെ അതിൻ്റെ താഴ്ഭാഗത്ത്, ദാറ്റ് മീൻസ് ഓൺ ദ സൗത്തേൺ പോർഷൻ ഓഫ് ഹിമാചൽ പ്രദേശ് നമുക്ക് കാണാൻ കഴിയുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? പഞ്ചാബ് കാണാൻ കഴിയും, ഹരിയാന കാണാൻ കഴിയും, ഉത്തർപ്രദേശിൻ്റെ ചെറിയൊരു ഭാഗം ഹിമാചൽ പ്രദേശുമായിട്ട് കണക്റ്റഡ് ആണ്, അതേപോലെ ഉത്തരാഖണ്ഡ് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശ് ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജമ്മു കാശ്മീർ, മറ്റൊന്ന് ലഡാക്ക് ജമ്മു കാശ്മീർ നമുക്കിപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പറയാനേ പറ്റത്തുള്ളൂ. അതേപോലെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹിമാചൽ പ്രദേശിലെ ചുറ്റപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സിംല. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം ഏതാണ്? സിംല. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശ് രൂപീകരിച്ച വർഷം, തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശ് രൂപീകരിച്ച വർഷവും തീയതി എന്നാണ്? 1971 ജാനുവരി 25. 1971 ജനുവരി 25 എന്ത് ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശ് രൂപീകരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ ഏവ? ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ ഏവ? ഒന്ന് പഹാരി. ഓക്കെ, പഹാരി ഭാഷ. മറ്റൊന്ന് ഹിന്ദി. ഓക്കെ, ഹിന്ദി. അപ്പോൾ ഹിന്ദി, പഹാരി ഭാഷകളാണ് എന്ത് ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശിലെ പ്രാബല്യത്തിലുള്ള ഭാഷകളാണ് ഹിന്ദി, പഹാരി ഭാഷകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹിമാചൽ പ്രദേശ് രൂപീകരിച്ച വർഷം ഏതാണ്? 1971 ജനുവരി 25 എന്ത് ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശ് രൂപീകരിക്കുന്നത്. അതേപോലെ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ സിംലയാണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ ഏതാണ്? പഹാരി, ഹിന്ദി എന്നീ ഭാഷകളാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ. എന്നാൽ ഈ മാപ്പ് ഒന്ന് നോക്കിയേ, നമുക്ക് ഹിമാചൽ പ്രദേശുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന അന്യ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലേ. അപ്പോൾ ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഏകദേശം ഈ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചൈനയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗം എന്താണ്, ചൈനയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ മാപ്പിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, അതേപോലെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ സിംലയാണ്. രൂപീകരിച്ച വർഷം 1971 ജനുവരി 25. ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? പഹാരി, ഹിന്ദി ഭാഷകളാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ. അപ്പോൾ അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയേണ്ടത്? ലൂഡി, കയാങ്ക. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ലൂഡി, കയാങ്ക എന്നുള്ളതാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ. സംശയമില്ലല്ലോ. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? ലൂഡി, കയാങ്ക. ഓക്കെ, ലൂഡി, കയാങ്ക.
അടുത്തൊരു പക്ഷേ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? യമുനയുണ്ട്, നമ്മൾ സ്ഥിരം പാടുന്നൊരു പല്ലവി ഉണ്ടല്ലോ, ചലം ചെനാബ് രവി വ്യാസ് സത്ലജ് എന്ന്. അതിൽ ചലമില്ല, ബാക്കി എല്ലാ നദികളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെ. ഇതൊരു ഹിമാലയൻ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിലൂടെ ഏതൊക്കെ നദികൾ ഒഴുകുന്നുണ്ട്? ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, അപ്പോൾ യമുനയുണ്ട്, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ് എന്ത് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? യമുന, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. സംശയമുണ്ടോ? സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോളൂ. എല്ലാ ഫാമിലിയും അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലും ഓരോ ബാങ്ക് അക്കൗണ്ട്, ഓക്കെ, എല്ലാ കുടുംബത്തിലും ഓരോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പോൾ എല്ലാ സംസ്ഥാനത്തും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഓരോ ബാങ്ക് അക്കൗണ്ട് എന്ന ഒരു സ്കീം ഓപ്പൺ ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫാമിലിയിലും എന്ത് ചെയ്തു? ആദ്യം ഓരോ ആൾക്കെങ്കിലും എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ ഒരു സ്കീം ആദ്യം കൊണ്ടുവന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ വരുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ വരുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. എന്താണ് ഹൈടെക് നിയമസഭയുടെ പേര്? ഈ വിധാൻ. ഓക്കെ, ഈ വിധാൻ. ഓക്കെ, പേര് ഓർത്തേക്കുക. ഈ വിധാൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭയായിട്ടുള്ള ഹിമാചൽ പ്രദേശിൻ്റെ നിയമസഭയുടെ പേരെന്താണ്? ഈ വിധാൻ. ഓക്കെ ആണല്ലോ, ഓർത്ത് വെച്ചേക്കുക. ഈ വിധാൻ എന്ന് പറയുന്നതാണ് ഹൈടെക് നിയമസഭ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു പോയിന്റാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഇന്ത്യയിലെ ആദ്യമായി പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ട ഉത്തരം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഴക്കൂട. ഓക്കെ, ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മാത്രമാണോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ പഴങ്ങൾ സംസ്കരിക്കുന്ന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പഴക്കൂട എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. PSCക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോൾ എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയാണ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 പോയിന്റുകളാണ്. ഒന്ന്, ഇന്ത്യയിലെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശ്. രണ്ടാമത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം എവിടെയാണെന്നാണ് ചോദ്യം. അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. മൂന്നാമത്തെ ചോദ്യം, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഹിമാചൽ പ്രദേശാണ്. ഓക്കെ ആണല്ലോ. ഈ 3 ചോദ്യങ്ങളും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവസാനം പറഞ്ഞതെല്ലാം ഒന്നും കൂടി ഒട്ടിച്ച് പറയാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇന്ത്യയിലെ പ്രഥമ ലോകസഭാ ഇലക്ഷനിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ലോക്സഭാ ഇലക്ഷനിൽ ആദ്യ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ പ്രഥമ ലോകസഭാ ഇലക്ഷനിൽ ആദ്യ വോട്ടെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. പക്ഷെ ചോദ്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഏത് ജില്ലയിൽ അല്ലെങ്കിൽ ഏത് താലൂക്കിൽ എന്നായിരിക്കാം ചിലപ്പോൾ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം കിന്നൂർ ജില്ലയിലെ ചിനി താലൂക്ക്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ജില്ലയിലെ ചിനി താലൂക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രഥമ ലോക്സഭാ ഇലക്ഷനിൽ ആദ്യ വോട്ടെടുപ്പ് നടത്തിയത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കിന്നൂർ എന്ന് പറയുന്ന ജില്ലയിലെ ചിനി എന്ന് പറയുന്ന താലൂക്കിലാണ്. ഓക്കെ, കിന്നൂർ എന്ന് പറയുന്ന ജില്ലയിലെ ചിനി എന്ന് പറയുന്ന താലൂക്കിലാണ് എന്ത് ചെയ്യുന്നത്?
ഇന്ത്യയുടെ പ്രഥമ ലോക്സഭാ ഇലക്ഷനിലെ ആദ്യമായി വോട്ടെടുപ്പ് നടത്തിയ സംസ്ഥാനവും സ്ഥലങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഉണ്ട്. പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനം എന്നാണ് ചോദ്യം. ഓക്കെ, പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, കാർബൺ വിമുക്ത സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിനെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയാണ് ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഒന്നാമത്തത് പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിനെയാണ്. അതേപോലെ കാർബൺ വിമുക്ത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിനാണ്. ഓക്കെ ആണല്ലോ, ഡൗട്ടില്ലല്ലോ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം. ഓക്കെ, ഏഷ്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം എന്താണ്? ചോദ്യം എന്താണ്? ഏഷ്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനം ഏതാണെന്ന്. ഓക്കെ, ഉത്തരം എന്താണ്? നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. 2013 എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു അംഗീകാരം ഹിമാചൽ പ്രദേശിന് കിട്ടുന്നത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പുകവലി വിരുദ്ധ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുകവലി രഹിത സംസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് ഏത് സംസ്ഥാനത്തിനെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. 2013 എന്ത് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതും ഏത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിലെ ആദിവാസികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിമാചൽ പ്രദേശിലെ ആദിവാസികളെ അറിയപ്പെടുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഉത്തരം ഗദ്ദീസ്. ഓക്കെ, ഈ പേരെന്ന് ഓർത്ത് ചെയ്യുക, ഗദ്ദീസ്. ഓക്കെ, ഒന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗദ്ദീസ് എന്നാണ് ഹിമാചൽ പ്രദേശിലെ ട്രൈബ്സ് അല്ലെങ്കിൽ ആദിവാസികൾ അറിയപ്പെടുന്ന പേരാണ് ഗദ്ദീസ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ വേനൽക്കാല തലസ്ഥാനം ഏതായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സമയത്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിലെ വേനൽക്കാല തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്നത് ഹിമാചൽ പ്രദേശിനെയാണ്. ഓക്കെ ആണോ? അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ വേനൽക്കാല തലസ്ഥാനമായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയ സംസ്ഥാനം ഏതായിരുന്നു? ഹിമാചൽ പ്രദേശ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടി പറഞ്ഞു നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യങ്ങളൊന്ന് മനസ്സിൽ വച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്താണ്? ഹിമാചൽ പ്രദേശ് എന്നാണ് ഉത്തരം. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ആക്ച്വലി പഠിക്കുന്നത്, ഉത്തരങ്ങളല്ല. അപ്പോൾ എന്താണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഹിമാചൽ പ്രദേശിലെ ക്യാപിറ്റൽ ഏതാണ്? സിംലയാണ്. രണ്ടാമത് എന്തായിരുന്നു? ഏത് വർഷമാണ് ഹിമാചൽ പ്രദേശ് രൂപീകരിച്ചത്? 1971 ജനുവരി 25 എന്ത് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ് രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയായിരുന്നു? പഹാരി, അതേപോലെ ഹിന്ദി. ഓക്കെ, പഹാരി, ഹിന്ദി ഭാഷകളായിരുന്നു ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഭാഷകൾ. അടുത്ത ചോദ്യം, ലൂഡി കായങ്ക എന്ന് പറയുന്ന നൃത്തരൂപം എന്നതാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ലൂഡി കായങ്ക. ഓക്കെ, പേരോർത്ത് വെച്ചേക്കുക, ലൂഡി കായങ്ക. ഓക്കെ, ലൂഡി കായങ്കയാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ വേറെ ഒന്നിൽ നോക്കാതെ പെട്ടെന്ന് ഉത്തരത്തിലോട്ട് തന്നെ നമ്മളെ കണ്ടുപോകും. ഓക്കെ, അപ്പോൾ ലൂഡി കായങ്ക എന്ന് പറയുന്നതാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്നാണ്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? യമുനയുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, യമുന. 5 നദികളാണ് എന്ത് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ യമുനയുണ്ട്, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, യമുന, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. അങ്ങനെ ഈ 5 നദികളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, എല്ലാ വീടുകളിലും ഓരോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്കീം ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനമെന്നാണ്. ഉത്തരം ഹിമാചൽ പ്രദേശാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു?
ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ വരുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഉത്തരം എന്താണ്? ഈ വിധാൻ. ഓക്കെ, PSCക്ക് ഒരു മാർക്ക്. ഈ വിധാൻ ഏത് സംസ്ഥാനത്തിലെ, അല്ലെങ്കിൽ ഈ വിധാൻ ഏത് സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയുടെ പേരാണ്? അല്ലെങ്കിൽ ഈ വിധാൻ എന്ന് പറയുന്നത് ഏത് നിയമസഭയിലെ ഹൈടെക് നിയമസഭയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വിധാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഉത്തരം എന്താണ്? ഹിമാചൽ പ്രദേശിലെ ഹൈടെക് നിയമസഭയുടെ പേരാണെന്ത്? ഈ വിധാൻ. അതേപോലെ ആദ്യമായി പ്ലാസ്റ്റിക് ബാൻ ചെയ്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല ഇന്ത്യയിലെ പഴക്കൂടാനും ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രവും ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. അതേപോലെ ഇന്ത്യയുടെ പ്രഥമ ലോക്സഭാ ഇലക്ഷനിൽ ആദ്യമായി വോട്ടെടുപ്പ് നടത്തിയ സംസ്ഥാനം, ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ ഏത് ജില്ല, ഏത് താലൂക്ക്? ഓക്കെ, അപ്പോൾ കിന്നൂർ ജില്ലയിലെ ചിനി താലൂക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രഥമ ലോക്സഭാ ഇലക്ഷനിൽ ആദ്യമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല ഇന്ത്യയുടെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 സെലക്ട് ചെയ്തത് ഏത് സംസ്ഥാനത്തെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല ഹിമാചൽ പ്രദേശിലെ ട്രൈബ്സിന്, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ ആദിവാസികൾ അറിയപ്പെടുന്ന പേര് ഗദ്ദീസ് എന്നാണ്. അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വേനൽക്കാല തലസ്ഥാനമായി കണക്കാക്കുന്നതും ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇത് വളരെയധികം കൃത്യമായി തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണോ? സംസ്ഥാനങ്ങളുടെ ഇനിയും ക്ലാസ്സുകൾ വേണോ? അങ്ങനെ ഉണ്ടെങ്കിൽ, വേണമെന്നുള്ളവരെന്ത് ചെയ്യുക? ക്ലാസ്സിൻ്റെ അഭിപ്രായം, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും, അതുപോലെ രണ്ടാമത്തെ പാർട്ട്, ഹിമാചൽ പ്രദേശ് ഒന്നും ആയിട്ടില്ല, ഹിമാചൽ പ്രദേശിന് ഒരു പാർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇറക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായെന്നും വളരെയധികം മനസ്സിലായെന്നും തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ തീർച്ചയായും എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ഗുഡ് ബൈ.